ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഴ തോരും മുമ്പേ പുതിയ പ്രമോല് നമ്മുടെ ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ വൈജയന്തിയുമായിട്ട് അടിയും ബഹളമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വൈജയന്തി വരുമ്പോ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ എവിടെ കിടക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനും നീ ഇത്രയും നാൾ എവിടെ ആരുടെ ഒപ്പം ആയിരുന്നു എന്ന് തിരിച്ചും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടം തർക്കം. ലാസ്റ്റ് നമ്മുടെ കൃഷ്ണമോള് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഭർത്താവിനെ മക്കളെയൊക്കെ വിട്ടിട്ട് പോയതല്ലേ, ഞാനായിരുന്നെങ്കിൽ പടിക്ക് ഇപ്പുറത്തോട്ട് കടത്തൂല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളും കുറെ നമ്മുടെ വൈജയന്തിനെ പറയുന്നുണ്ടേ. അങ്ങനെ മൊത്തത്തില് പണിയോട് പണിയാണ് നമ്മുടെ വൈജയന്തിക്ക്. അപ്പുറത്ത് നമ്മുടെ രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് നമ്മുടെ അലീന പറയുന്നുണ്ട്, താൻ വൈജയന്തിയുടെയും സ്റ്റാൻലിയുടെയും മകളാണ്, താനിപ്പോൾ സ്വന്തം അച്ഛന്റെ കൂടെയാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ രേവതിക്കുട്ടിനോട് വിളിച്ചു പറയുന്നു. പിന്നീടാണ് അവിടെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലത്തെ ഏതോ ഒരു പുതിയ പണിക്കാരൻ വരുമ്പത്തേക്കും അയാള് നമ്മുടെ അലീനയെ കണ്ട വിവരം, അതായത് സ്റ്റാൻലിയുടെ മകളാണ് അലീന എന്നും പറഞ്ഞ് അവിടെ താമസിച്ചിരിക്കുന്ന വിവരം നമ്മുടെ സ്റ്റാൻലിയുടെ അപ്പനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ലാസ്റ്റ് അദ്ദേഹം നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വരുന്നൊരു നിമിഷങ്ങളും അലീനയായിട്ട് കാണുന്ന ഒരു രംഗങ്ങളുമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വൻ പൊട്ടിത്തെറി സംഭവിക്കുമെന്ന് ഉറപ്പാണ് അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.